സ്വപ്ന ജോലിക്കായി ഡൗൺലോഡ് ചെയ്യൂ CC ലേണിംഗ് ആപ്പ്. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ശരണ്യ. അപ്പൊ നമുക്കറിയാം, കഴിഞ്ഞൊരു സെറ്റ് എക്സാം ഫെബ്രുവരിയിൽ നടന്ന സെറ്റ് എക്സാം എഴുതി 15% മാത്രം കുട്ടികൾ ക്വാളിഫൈ ചെയ്തൊരു എക്സാം ആയിരുന്നു കഴിഞ്ഞ സെറ്റ് എക്സാം എന്ന് പറയുന്നത്, അല്ലെ? ഇനി അടുത്ത സെറ്റ് എക്സാം നടക്കാൻ പോകുന്നത് ജൂലൈയിലാണ്, അല്ലെ? ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് അടുത്ത സെറ്റ് എക്സാം നടക്കാൻ പോകുന്നത്. അപ്പൊ നമ്മള് അടുത്ത സെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ്, അതിന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അല്ലെ? കഴിഞ്ഞ സെറ്റ് എക്സാം എഴുതിയവർക്കറിയാം ആ എക്സാം എത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു, ടഫായിരുന്നു എന്നുള്ളത് കഴിഞ്ഞ സെറ്റ് എക്സാം എഴുതിയവർക്കറിയാം, അല്ലെ? നമ്മൾ എത്രയൊക്കെ പ്രിപ്പറേഷൻ നടത്തി കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാം, എക്സാം ഹാളിലെ സമയത്ത് നമ്മൾ ചിലപ്പം പേപ്പർ മിനിമം, രണ്ടിനും പേപ്പർ മിനിമം നമ്മൾ ക്വാളിഫൈഡ് ആവുന്നുണ്ട്, പക്ഷെ നമുക്ക് അഗ്രിഗേറ്റ് സ്കോർ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ക്വാളിഫൈ ചെയ്തെടുക്കാൻ പറ്റുന്നില്ല, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നായിട്ടും നമ്മൾ അതിന്റെ സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കണം, അല്ലെ? സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഒരു എക്സാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈസി ആയിട്ട് നമുക്ക് എക്സാമിന് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ഇനി നെക്സ്റ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ആ സിലബസ് പ്രിന്റ് ഔട്ട് എടുത്ത് അത് നിങ്ങളുടെ കയ്യിൽ വെക്കുക എന്നുള്ളത്. ഞാൻ എല്ലാ സമയത്തും എല്ലാ കുട്ടികളോടും, നമ്മൾ ഇവിടെ പഠിക്കുന്ന കുട്ടികളോടൊക്കെ ഞാൻ സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ സിലബസ്, എക്സാമിന്റെ സിലബസ് എന്താണോ അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കാം, നിങ്ങളുടെ സബ്ജക്റ്റിന്റെ അതോടൊപ്പം തന്നെ ഏതാണ്, ജനറൽ പേപ്പറിന്റെ. ഇനി അടുത്തൊരു കാര്യം അറിയേണ്ടത്, ഇപ്പൊ എക്സാം ആദ്യമായിട്ട് എഴുതുന്ന ആളുകളൊക്കെ ഉണ്ടാവും, അതായത് ഇപ്പൊ BEd കഴിഞ്ഞ ആളുകൾ, ഇപ്പൊ PG കഴിഞ്ഞ ആളുകളൊക്കെ, PG ലാസ്റ്റ് സെം, BEd ലാസ്റ്റ് സെം ഒക്കെ ആയ ആളുകൾ ആദ്യമായിട്ട് സെറ്റ് എക്സാം എഴുതുന്ന ആളുകളായിരിക്കും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു എക്സാമിന്റെ മാർക്കിംഗ് ക്രൈറ്റീരിയ എന്താണ്, എത്ര മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എക്സാം ക്വാളിഫൈ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ അറിയണം. അതായത് ഇപ്പൊ സെറ്റ് എക്സാമിനെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം, സബ്ജക്റ്റിനും അതോടൊപ്പം തന്നെ ജനറൽ പേപ്പറിനും ഒരേപോലെ നിങ്ങൾ മാർക്ക് സ്കോർ ചെയ്യണം. അതല്ലെങ്കിൽ രണ്ടിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, സെറ്റ് എക്സാം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം 120 മാർക്കിനാണ് ജനറൽ പേപ്പറിൽ ചോദ്യങ്ങൾ വരുന്നത്, അതോടൊപ്പം തന്നെ സബ്ജക്റ്റിനും 120 മാർക്കിനാണ് ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ അവിടെ നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് 48 മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുന്നുള്ളൂ, ആ പേപ്പർ പാസ് ആവുന്നുള്ളൂ. രണ്ട് സബ്ജക്റ്റിനും ജനറൽ പേപ്പറിനും 48, ജനറൽ കാറ്റഗറി ആണെങ്കിൽ 48 മാർക്കും, റിസർവേഷനുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് 42 മാർക്കും നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യണം, സബ്ജക്റ്റ് നിങ്ങൾക്ക് നേടിയിരിക്കണം. അതുകൂടാതെ തന്നെ രണ്ട് പേപ്പറിനും കൂടെ നിങ്ങൾക്കറിയാം 120, 120, 240 അല്ലെ? 240 116 മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, 116 മാർക്ക് രണ്ട് പേപ്പറിനും കൂടെ നേടിയിട്ടുണ്ടെങ്കിൽ, അഗ്രിഗേറ്റ് സ്കോർ 116 ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, സെറ്റ് ക്വാളിഫൈ ചെയ്യുന്നുള്ളൂ. അപ്പൊ ജസ്റ്റ് 48 മാർക്ക് രണ്ടിനും കിട്ടിയത് കൊണ്ട് നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യില്ല, അഗ്രിഗേറ്റ് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല, അല്ലെ? 96 മാർക്കേ രണ്ടും കൂടെ കിട്ടുന്നുള്ളൂ. പകരം നിങ്ങൾ അത് എങ്ങനെ ഫോക്കസ് ചെയ്ത് പഠിക്കണം, രണ്ട് പേപ്പറിനും മിനിമം ഒരു 60 മാർക്ക് ഫോക്കസ് ചെയ്തിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് ഇപ്പൊ സബ്ജക്ട് ഈസിയാണ്, ജനറൽ പേപ്പർ ബുദ്ധിമുട്ടാണെങ്കിൽ സബ്ജക്റ്റിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു 70 മുകളിൽ, അല്ലെ? 70 മുകളിൽ മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യാം. ജനറൽ പേപ്പർ നിങ്ങൾ ജസ്റ്റ് 48 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രണ്ടും കൂടെ അഗ്രിഗേറ്റ് നിങ്ങൾക്ക് 116 എത്തിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഏതെങ്കിലും ഒരെണ്ണത്തിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നതെങ്കിൽ അതൊരു മിനിമം 80 മാർക്കിന്റെ അടുത്തേക്ക് ഫോക്കസ് ചെയ്തിട്ട് ഇതിനൊരു 48 മാർക്ക് ആയി കഴിഞ്ഞാലും കുഴപ്പമില്ല. അതേപോലെ തന്നെ റിസർവേഷൻ കാറ്റഗറിയിലും എന്ത് ചെയ്യണം, 42 മിനിമം വരുന്നത്, 108 മാർക്ക് നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യണം, അഗ്രിഗേറ്റ് സ്കോർ നിങ്ങൾക്ക് അവിടെ കിട്ടണം. അപ്പൊ 108 അഗ്രിഗേറ്റ് കിട്ടണമെങ്കിൽ രണ്ടിനും ഒരു 55 വെച്ച് നിങ്ങൾ നേടിയെടുക്കണം. അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരെണ്ണം നല്ല മാർക്കും മറ്റേതെന്താണ് ജസ്റ്റ് 42 ആണെങ്കിൽ നിങ്ങൾ അവിടെ എന്തായി, നിങ്ങൾ അവിടെ സെറ്റ് ക്വാളിഫൈ. നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇതൊരു ക്വാളിഫയിങ് എക്സാം മാത്രമാണ്, അല്ലെ? നമ്മുടെ മാർക്ക് അവിടെ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ആ കട്ട് ഓഫ് ലെവലിന് തൊട്ട് മുകളിൽ എത്തിയാൽ മതി. കട്ട് ഓഫ് മാർക്ക് എത്രയാണോ അത്ര എത്തിയാൽ മതി, അല്ലെങ്കിൽ അതിനെ ജസ്റ്റ് മുകളിൽ എത്തിയാൽ മതി. അപ്പൊ അത് ഫോക്കസ് ചെയ്ത് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. പഠിക്കുന്ന സമയത്ത് രണ്ടിനും ഒരു 60 മാർക്ക് എന്നുള്ള രീതിയിൽ പഠിക്കാം. അത് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഏരിയ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വരുന്ന ഏരിയ ഉണ്ടാവും. ആ ഏരിയ ഫോക്കസ് ചെയ്തിട്ട് കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് അടുത്തൊരു കാര്യം. ആ മാർക്ക് അനുസരിച്ച് ആദ്യം സിലബസ് എന്താണെന്ന് മനസ്സിലാക്കുക, അത് കഴിഞ്ഞ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ക്വാളിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാം, പഠിക്കാം. ഇനി മറ്റൊരു കാര്യം എന്നുള്ളത്, നിങ്ങളുടെ പ്രീവിയസ് ഇയർ ചോദ്യപേപ്പർ വർക്കൗട്ട് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അതായത് പ്രീവിയസ് ഇയർ ചോദ്യപേപ്പറിനെ ബേസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക്
നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു എക്സാമിന്റെ പാറ്റേൺ, അതായത് ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് കൂടുതലായിട്ട് ചോദ്യങ്ങൾ വരുന്നത്, ഓരോ യൂണിറ്റിൽ നിന്നും എത്ര ചോദ്യങ്ങൾ വരുന്നുണ്ട്, അതെങ്ങനെ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ചോദ്യപേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് നമ്മുടെ LBSന്റെ സൈറ്റിൽ, LBS ആണല്ലോ സെറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ LBSന്റെ സൈറ്റിൽ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞിട്ട് 2023 ശേഷമുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് അവിടെ എന്തിൽ കാണാം, LBSന്റെ സൈറ്റിൽ കാണാം. അപ്പൊ ഓരോ ചോദ്യപേപ്പറും എടുത്തു നോക്കിയിട്ട് അതിൽ എങ്ങനെയാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്, GK പോർഷൻസ് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത്, അതേപോലെ തന്നെ നിങ്ങളെ സബ്ജക്ട് ഓരോ യൂണിറ്റിൽ നിന്നും ഓരോ മൊഡ്യൂളിൽ നിന്നും എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഏരിയ ഉണ്ടോ, അതായത് ചില ഏരിയ നമുക്ക് എത്ര പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ടുള്ള ഏരിയയിൽ നിന്ന് എങ്ങനെ ചോദ്യങ്ങൾ വരുന്നു, എത്ര ചോദ്യങ്ങൾ വരുന്നു, ഓക്കെ, അപ്പം അത് എന്താണ്, നമ്മളിപ്പം അത് ഒഴിവാക്കി പഠിച്ചു കഴിഞ്ഞാലും ബാക്കിയുള്ള നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അങ്ങനെയുള്ള ചില ട്രിക്കുകളിൽ കൂടെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുക. അപ്പൊ ഓരോ വർഷത്തെ ചോദ്യ പേപ്പർ എടുക്കുന്ന സമയത്തും നിങ്ങൾക്ക് ഓരോ മൊഡ്യൂളിൽ ഓരോ യൂണിറ്റിൽ നിന്നും എങ്ങനെയാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് പഠിച്ചു തുടങ്ങാം. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ടെസ്റ്റുകൾ എഴുതി നോക്കുക എന്നുള്ളത്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് വായിച്ചു പോകുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊരു OMR ഷീറ്റ് വെച്ച്, OMR എക്സാം ആണ്, നെഗറ്റീവ് മാർക്ക് ഇല്ല സെറ്റിന്, അപ്പം ഒരു OMR വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങളത് വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ചു പോവുക. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ് നിങ്ങൾക്ക് അവിടെ മനസ്സിലാവാൻ തുടങ്ങും. ഓക്കെ, ഇനി മറ്റൊരു കാര്യം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത്, നമ്മുടെ BEdന്റെ നിങ്ങൾക്കറിയാം ജനറൽ GK പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BEdന്റെ ഏരിയയിൽ നിന്നും വരുന്നുണ്ട്, GK വരുന്നുണ്ട്, കറണ്ട് അഫെയർ വരുന്നുണ്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടാണ് നമ്മുടെ ജനറൽ പേപ്പർ. സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം നിങ്ങളെ PG ലെവലുള്ള ബുക്ക് വരെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ഇതിനൊക്കെ വേണ്ട ആവശ്യമുള്ള റിസോഴ്സസ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കളക്ട് ചെയ്യുക. BEdന്റെ ബുക്ക് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് GK പഠിക്കാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, GK പഠിക്കാൻ നിങ്ങൾക്ക് കൂടുതലായിട്ട് പ്രീവിയസ് ഇയർ ചോദ്യ പേപ്പറെ ബേസ് ചെയ്തിട്ട് പഠിക്കാം. അതല്ലെങ്കിൽ 10th ലെവൽ എന്നാണ് പറയുന്നത്, 10th ലെവലുള്ള ഹിസ്റ്ററി, ജോഗ്രഫി, സയൻസ് എന്നൊക്കെ 10th ലെവലൊക്കെയാണ് പറയുന്നത്. അപ്പൊ ആ ലെവലിലുള്ള കണ്ടന്റുകൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ കളക്ട് ചെയ്തിട്ട് പഠിക്കാൻ ശ്രമിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇൻക്ലൂഡ് ചെയ്തിട്ട് അത്തരം മെറ്റീരിയൽ ഒക്കെ യൂസ് ചെയ്ത് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, എക്സാമിന് നല്ലൊരു മാർക്ക്, അല്ലെങ്കിൽ അടുത്തൊരു ഈ ഒരു സെറ്റ് എക്സാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത തവണ ക്വാളിഫൈ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്ന ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സെറ്റ് ക്വാളിഫൈ ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ സെറ്റ് എക്സാം, അതായത് ഈ ഫെബ്രുവരിയിൽ കഴിഞ്ഞ സെറ്റ് എക്സാമിന്റെ റിസൾട്ടാണ്. നമ്മുടെ കേരളത്തിൽ ഏകദേശം 15% ആളുകൾ മാത്രം ക്വാളിഫൈ ചെയ്തിരിക്കുന്ന എക്സാമിൽ ഇത്രയും സ്റ്റുഡൻസ് നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ കൂടെ പഠിച്ച് ക്വാളിഫൈ ചെയ്ത ആളുകളാണ്. ഇതിൽ BEd ഇല്ലാത്ത ആളുകളുണ്ട്. നമുക്കറിയാം കൊമേഴ്സ്, സൈക്കോളജി, ഫിലോസഫി പോലുള്ള സബ്ജക്റ്റുകൾക്ക് അവിടെ എന്ത് വേണ്ട, നമ്മുടെ ജേർണലിസം പോലുള്ള സബ്ജക്റ്റുകൾക്ക് അവിടെ BEdന്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പം അതൊരു പോരായ്മയായി കണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. BEd ഇല്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും, അങ്ങനെ ചിന്തിച്ചിരിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ പഠനം തുടങ്ങുക. ഇതുപോലെ ഒരാളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അടുത്ത റിസൾട്ട് നിങ്ങൾക്കും നേടിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ സെറ്റിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് അടുത്ത ജൂലൈയിലെ സെറ്റ് എക്സാം ഇതേ രീതിയിൽ സ്ട്രാറ്റജിയിൽ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും ക്വാളിഫൈ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ കാണാം. താങ്ക് യു സോ മച്ച്.